ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെയ്യം കാണുക, ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. തെയ്യത്തിൻ്റെ ലോകത്ത് അത്ര തന്നെ സാധാരണമല്ലാത്ത ഒരു മനോഹരമായ തെയ്യത്തിൻ്റെ കുറേയേറെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. കാലിച്ചേകോൻ തെയ്യം, കാലിച്ചാൻ തെയ്യം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തെയ്യത്തിൻ്റെ സവിശേഷമായ ആട്ടങ്ങൾ, പുരാവൃത്തം, അതുപോലെ സാമൂഹ്യ പ്രാധാന്യം തുടങ്ങിയവയാണ് ഇവിടെ വിവരിക്കുന്നത്. വളരെ വൈവിധ്യവും വ്യത്യസ്തവുമായ സങ്കല്പങ്ങളുടെ കലവറയാണ് തെയ്യത്തിൻ്റെ ലോകം. മനുഷ്യന് തന്നെ ജീവിതത്തിൽ ഒട്ടേറെ ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അവയെല്ലാം തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഓരോ തെയ്യക്കോലവും ഉണ്ട്. എന്നാൽ മനുഷ്യൻ മാത്രമല്ല, സർവ്വചരാചരങ്ങളും കൂടിച്ചേരുന്നിടത്താണ് നമ്മുടെ ജീവിതം അർത്ഥവത്താകുന്നത്. അല്ലെങ്കിൽ അതെല്ലാം ഉണ്ടെങ്കിൽ നമുക്കും ജീവിക്കാൻ കഴിയൂ എന്നുള്ള ഒരു മഹത്തായ തത്വം തെയ്യം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് കൃഷിക്കും കന്നുകാലികൾക്കും വേണ്ടി ഒരു മൂർത്തി തന്നെ രൂപപ്പെട്ടത്. അതാണ് കാലിച്ചാൻ തെയ്യം. കാലിച്ചാൻ തെയ്യത്തിൻ്റെ മറ്റ് സവിശേഷതകളിലേക്ക് പോകുന്നതിന് മുമ്പേ തെയ്യത്തിൻ്റെ പുരാവൃത്തം എന്താണെന്ന് നോക്കാം. എങ്കിൽ മാത്രമേ ഈ തെയ്യം എങ്ങനെ രൂപപ്പെട്ടുവെന്നും എങ്ങനെയാണ് കൃഷിക്കും അതുപോലെ കന്നുകാലികൾക്കും വേണ്ടി ഈ തെയ്യം രൂപപ്പെട്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയൂ. തെയ്യത്തിൻ്റെ ലോകത്തിലെ മിക്ക തെയ്യങ്ങളുടെയും ഉത്ഭവം സാക്ഷാൽ പരമശിവനിൽ നിന്നാണ്. ഇവിടെ കാലിച്ചാൻ തെയ്യത്തിൻ്റെയും ഉൽപ്പത്തി അങ്ങനെ തന്നെ. ഈ പുരാവൃത്തമാകട്ടെ ഏറെ രസകരമാണ്. മറ്റു പല തെയ്യങ്ങളുടെയും പുരാവൃത്തം പുരാണവുമായി ബന്ധപ്പെട്ട് ആധികാരികമാക്കുന്നതായിരിക്കും പലതും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. പ്രാചീന കാലത്തെ ഒരു നായാട്ടിൻ്റെ പശ്ചാത്തലമാണ് പുരാവൃത്തത്തിന് അടിസ്ഥാനമായി വർത്തിക്കുന്നത്. പരമശിവൻ ഒരിക്കൽ കുറേ നായ്ക്കളെയും കൂട്ടി നായാട്ടിനിറങ്ങിയത്രേ. കല്ലായിമലയും ഉണ്ണായിമലയും ഒക്കെ നായാടി കുറേയേറെ വൈകി. രാത്രിയായി. തൻ്റെ ആദിമലക്കോട്ടയിലേക്ക് മടങ്ങിയെത്താനുള്ള സമയവുമില്ല. അവിടെ നിന്ന് നേരെ നോക്കിയപ്പോൾ പാടിക്കുറ്റി അമ്മയുടെ കോട്ടയാണ് കണ്ടത്. എന്നാൽ പാടിക്കുറ്റി അമ്മ വാതിൽ തുറക്കാൻ കൂട്ടാക്കിയില്ല. പരമശിവൻ ഒരു കല്ലെടുത്ത് ജപിച്ച് കോട്ടയ്ക്ക് നേരെ എറിഞ്ഞപ്പോൾ എല്ലാം അഗ്നിക്കിരയായി. അഗ്നിക്കെടുത്തി പൂർവാവസ്ഥയിലാക്കുമെങ്കിൽ വാതിൽ തുറക്കാമെന്ന് പാടിക്കുറ്റി അമ്മ വാഗ്ദാനം ചെയ്തു. പറഞ്ഞത് പ്രകാരം പരമശിവൻ അഗ്നിക്കെടുത്തി പഴയപടിയാക്കി. പാടിക്കുറ്റി അമ്മ വാതിൽ തുറന്ന് ശിവനെ സൽക്കരിച്ചു. പരമശിവൻ ഇറങ്ങാൻ നേരത്ത് പാടിക്കുറ്റി അമ്മ ചോദിച്ചു, ഇതിലൊരു കുഞ്ഞുണ്ടായാൽ ഞാൻ എന്ത് ചെയ്യണം? പരമശിവൻ ഉത്തരം പറഞ്ഞു, കൈലാസത്തിൽ കൊണ്ട് എത്തിക്കണം. പാടിക്കുറ്റി അമ്മയ്ക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചു. അങ്ങനെ പറഞ്ഞതു പ്രകാരം കൈലാസത്തിലെത്തിച്ചു. കുറേ നാൾ അവിടെ ആ ബാലൻ താമസിക്കുകയുണ്ടായി. ഒരു ദിവസം പരമശിവന് വെച്ച അമൃത് ഈ ബാലൻ ഭക്ഷിച്ചു അത്രേ. അത് കണ്ട് കോപിഷ്ഠനായ ശിവൻ കണ്ണ് പറിച്ചെടുത്ത് പൊയ്ക്കണ്ണ് നൽകി. ഭൂമി ലോകത്ത് പോയി കൃഷിയെയും കന്നുകാലികളെയും രക്ഷിക്കുന്ന ദൗത്യം ഏറ്റെടുക്കണമെന്നും അങ്ങനെ ചെയ്താൽ നിനക്ക് വേണ്ടതെല്ലാം ലഭിക്കുമെന്നും പരമശിവൻ ബാലനെ അനുഗ്രഹിച്ചു. കന്നുകാലികളെ രക്ഷിക്കുന്നത് കൊണ്ട് തന്നെ കാലിച്ചാൻ തെയ്യം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. കൃഷിയുടെ അഭിവൃദ്ധിക്കും കന്നുകാലികളുടെ സംരക്ഷണത്തിനും വേണ്ടിയാണ് ഈ ദൈവത്തെ ആരാധിക്കുന്നത്. കാലിച്ചാൻ കാവുകൾ എന്ന പേരിൽ തന്നെയാണ് ഈ മൂർത്തിയുടെ ആരാധനാ സങ്കേതം അറിയപ്പെടുന്നത്. ഉത്തര മലബാറിൽ തെയ്യക്കാലം ആരംഭിക്കുന്ന ത്ലാവം 10-ന് കാലിച്ചാൻ തെയ്യത്തിന് പ്രത്യേകമായി കാലിച്ചാൻ ഊട്ട് എന്ന ചടങ്ങ് തന്നെ നടത്താറുണ്ട്. ഇന്ന് അത്ര തന്നെ സാധാരണമല്ലെങ്കിലും പഴയ കാലത്ത് എല്ലാ വീടുകളിലും 1-2 പശുക്കൾ ഉണ്ടാവുമല്ലോ. ഈ പശുക്കൾക്കോ പശുക്കിടാങ്ങൾക്കോ എന്തെങ്കിലും വിധത്തിലുള്ള രോഗങ്ങൾ വന്നാലോ അല്ലെങ്കിൽ അതിനെ മേയ്ക്കാൻ വിട്ടാൽ അതിനെ കാണാതായാലോ കാലിച്ചാൻ ഊട്ട് നടത്താം. അല്ലെങ്കിൽ കാലിച്ചാൻ തെയ്യത്തിനെ വിളിച്ച് പല പ്രാർത്ഥനകളും പറയുന്ന പതിവ് നാട്ടിൻപുറങ്ങളിൽ വളരെ സാധാരണമാണ്. അതുപോലെ തന്നെ കൃഷിക്കും വല്ല വിധത്തിലുള്ള ചാഴിയോ ഉപദ്രവോ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേണ്ടത്ര വിളവ് കിട്ടായിരുന്നാൽ അപ്പോഴും കാലിച്ചാൻ തെയ്യത്തിനെ വിളിക്കുന്നത് പതിവാണ്. ഒരു ജനതയുടെ, ഒരു കൂട്ടായ്മയുടെ നിലനിൽപ്പിന് വേണ്ടി എന്തെല്ലാം അനുഷ്ഠാനങ്ങളാണ് പൂർവികർ രൂപപ്പെടുത്തിയെന്ന് ആലോചിക്കണം. വിശ്വാസങ്ങൾക്ക് അതിൻ്റെതായ ശക്തിയുണ്ട്. പ്രത്യക്ഷ ദൈവം എന്ന നിലയിലാണല്ലോ നാം തെയ്യത്തെ ആരാധിക്കുന്നത്. തെയ്യം അല്ലെങ്കിൽ മൂർത്തി പോയി അന്വേഷിച്ച് പശുവിനെ, കാണാതായ പശുവിനെ കൊണ്ടുവരും എന്ന അർത്ഥത്തിലല്ല ഒരിക്കലും ജനത പ്രാർത്ഥിക്കുന്നത്. നമുക്ക് വേണ്ട ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ ശക്തിയെ ഉണർത്താനും ശക്തിപ്പെടുത്താനും നമുക്ക് ദൈവത്തിൻ്റെ പിൻബലം ആവശ്യമാണ്.
നമ്മളെപ്പോഴും കാണുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൈവത്തെ വളരെ ശക്തമായി ഉള്ളത്തട്ട് വിളിക്കുമ്പോൾ നമ്മളെ മനസ്സിന് കിട്ടുന്ന ഏകാഗ്രതയും കരുത്തും ഒന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ കാലിച്ചാൻ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കാണാതായ പശുവിനെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതും അതുപോലെ വിളവ് ധാരാളമായി ലഭിക്കുന്നതുമെല്ലാം. നമ്മൾ അന്ധവിശ്വാസം എന്ന് തള്ളിക്കളയുന്ന പല വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ജീവിതത്തെ മുന്നോട്ട് നയിക്കാനും ജീവിതത്തിലെ തടസ്സങ്ങൾ നേരിടാനും ആവശ്യമായി വരും. മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാണ്. അതിന് ചിലപ്പോൾ ഒരു ഉന്തു വേണ്ടി വരും. അതിന് ചിലപ്പോൾ ചില പിൻബലങ്ങളുടെ ആവശ്യം വരും. നമ്മൾ അതീന്ദ്രിയ ശക്തിയെന്ന് അല്ലെങ്കിൽ അലൗകിക ശക്തിയെന്ന് വിശ്വസിക്കുന്ന ദൈവങ്ങൾ തരുന്നതും മറ്റൊന്നല്ല. അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസങ്ങളെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്, വിശ്വാസങ്ങളെയല്ല. വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ജീവിതത്തിന്റെ അനിവാര്യമായ ഘടകങ്ങൾ തന്നെയാണ്. ഇനി തെയ്യത്തിന്റെ പുരാവൃത്തത്തിലൂടെയും ചടങ്ങിലൂടെയും പ്രതീകമായി നിൽക്കുന്ന ആയുധങ്ങളിലൂടെയൊക്കെ കിട്ടുന്ന ചരിത്രപരമായ കാലികമായ അറിവുകളിലേക്ക് ഒന്ന് കടന്നു നോക്കാം. നായാട്ട് ഉപജീവനമായിരുന്ന അല്ലെങ്കിൽ വനത്തിൽ മനുഷ്യൻ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് കാലിച്ചാൻ തെയ്യത്തിന്റെ പുരാവൃത്തം. കാട്ടിൽ ജീവിച്ച മനുഷ്യന്റെ ജീവിത പശ്ചാത്തലം വളരെ വ്യക്തമായി പുരാവൃത്തത്തിൽ നിന്ന് വായിച്ചെടുക്കാം. വേട്ടയാടി കിട്ടിയ മൃഗങ്ങളെ ചുട്ടുതിന്നും ജീവിച്ച ഒരു കാലഘട്ടം. അവർ നേരിട്ട പ്രതിസന്ധികളും വെല്ലുവിളികളും ഒട്ടനവധിയാണ്. മൃഗങ്ങളെ നായാടി വേട്ടയാടി രാത്രിയായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടെ വീട്ടിലെത്തിച്ചേരാൻ വാഹന സൗകര്യങ്ങളൊന്നും തന്നെ കാട്ടിനുള്ളിലില്ലല്ലോ. എന്നാൽ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്യണം. അങ്ങനെ പ്രാചീന കാലത്തെ ജനജീവിതം അടുത്തറിയാനും അത് പരിചയപ്പെടാനും ഒക്കെ ഇത്തരം പുരാവൃത്തങ്ങളും തെയ്യത്തിന്റെ ആട്ടങ്ങളും സഹായിക്കുന്നുണ്ടെന്ന് പറയാം. അതിന്റെ അടയാളമായിട്ട് തന്നെയാണ് കാലിച്ചാൻ തെയ്യത്തിന്റെ കയ്യിലുള്ള അമ്പും വില്ലും. മൃഗങ്ങളെ വേട്ടയാടുന്നതിന്റെ പ്രതീകമായി തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ചടങ്ങ്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഒരു തെയ്യം എന്ന് പറയുമ്പോൾ അതിന്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ചടങ്ങുകൾക്കും ആട്ടങ്ങൾക്കും അപ്പുറം അതിന്റെ ചരിത്രപരമായ അതുപോലെ വർത്തമാനകാല ജീവിതവുമായുള്ള അതിന്റെ ഇടപെടൽ, ഇങ്ങനെ ഒട്ടേറെ അറിവുകളും അനുഭവങ്ങളും ലഭിക്കുന്നുണ്ട്. പ്രാചീന മനുഷ്യന്റെ ജീവിതാനുഭവങ്ങളിലേക്ക് സഞ്ചരിക്കാനും അവരുടെ അതിജീവനങ്ങളെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും അത് വർത്തമാനകാല ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം, തിരിച്ചറിവുകളായി രേഖപ്പെടുത്താം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തെയ്യക്കളത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. തെയ്യത്തിന്റെ കാഴ്ചകൾക്കും കേൾവികൾക്കും അപ്പുറത്തുള്ള ഈ അറിവിന്റെ ലോകത്തേക്ക് കൂടി സഞ്ചരിക്കുമ്പോഴേ തെയ്യാട്ടം എന്ന കലാരൂപത്തിന്റെ ആസ്വാദനം പൂർത്തിയാവുകയുള്ളൂ. തെയ്യങ്ങൾ അതിന്റെ പ്രഭാവത്തോടെ പ്രാധാന്യത്തോടെ എന്നെന്നും നിലനിൽക്കട്ടെ. തെയ്യത്തെക്കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളുമായി വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റുകൾ കേവല കമന്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി അറിവുകളുമായി ചേർത്ത് രേഖപ്പെടുത്തുക. അവിടെയാണ് ഈ വീഡിയോവിന്റെ പൂർണ്ണത. ഒരിക്കൽ കൂടി നന്ദി.